രത്നങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഭാഗ്യരത്നങ്ങളെന്നും ആൾക്കാർ പറയുന്നുണ്ട്. ജന്മനക്ഷത്ര കല്ലുകളെന്നും ആൾക്കാർ പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നുണ്ട്. എന്താണ് തമ്മിലുള്ള വ്യത്യാസമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം നമ്മൾ ഒരാൾ പറയുകയാണ് എൻ്റെ നക്ഷത്രം വിശാഖ നക്ഷത്രമാണ്. ഒരു രത്നം ധരിക്കണം. നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഒന്നുകിൽ ഏതായാലും പോറ്റിമാരെ പോയി കാണും, അല്ലെങ്കിൽ പൂജാരിമാരെ കാണും, അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരെ പോയി കാണും. പൊതുവേ ഇതൊന്നും ചെയ്യാതെ ചിലർ എന്ത് ചെയ്യും? സ്വർണ്ണക്കടയിൽ ചെന്നിട്ടൊരു കല്ല് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാഖ നക്ഷത്രക്കാരനാണ് ചെല്ലുന്നതെങ്കിൽ വിശാഖം, പുണർതം, പൂരിട്ട നക്ഷത്രക്കാർ വ്യാഴദശ ജനനമായതുകൊണ്ട് അവരൊരു ചാർട്ട് എടുത്ത് നോക്കിയിട്ട് പറയും നിങ്ങളുടെ കല്ല് മഞ്ഞപ്പുഷിരാഗമാണ് എന്ന് പറയും. അതിൻ്റെ ബേസ് എന്താണെന്ന് ചോദിച്ചാൽ പുണർതം, വിശാഖം, പൂരിട്ട നക്ഷത്രക്കാർ ജനിക്കുന്ന വ്യാഴദശയിലാണ്. അവരുടെ ദശാനാഥൻ വ്യാഴനായത് അല്ലെങ്കിൽ ഗുരു ആയതുകൊണ്ട് അവർക്ക് മഞ്ഞപ്പുഷിരാഗം ധരിക്കാം. ഇതൊരു കോമൺ കൺസെപ്റ്റ്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ ന്യൂമറോളജി പറയുമ്പോഴും പറഞ്ഞു. 21 ജന്മസംഖ്യ ഉള്ള ഒരാളുടെ ജന്മസംഖ്യ 3 ആണ്. 21-ാം തീയതി ജനിച്ച ഒരാളുടെ ജന്മസംഖ്യ 3 ആണ്. ആ വ്യക്തിക്ക് ചില ന്യൂമറോളജിസ്റ്റുകൾ 3 ജന്മസംഖ്യയ്ക്ക് അനുവാദികമായിട്ട് ഒരുപക്ഷെ മഞ്ഞപ്പുഷിരാഗം കൊടുക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് ഗുണമായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ജാതകത്തിനകത്ത് വ്യാഴം അനുകൂലനാണെങ്കിൽ. പക്ഷേ നേരെ മറിച്ച് വ്യാഴം നെഗറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ ജന്മസംഖ്യ 3 വെച്ചിട്ട് രക്തം ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നെഗറ്റിവിറ്റി വരും. അപ്പോൾ അത് ഞാനിപ്പോൾ അതിൻ്റെ ഇടയ്ക്കെന്ന് പറയുന്നതേ ഉള്ളൂ. ഏതായാലും രക്തധാരണം നടത്തുമ്പോൾ നമ്മൾ സ്വർണ്ണക്കടയിൽ പോയി രക്തം വാങ്ങരുത്. കാരണം അവർക്ക് നക്ഷത്രാധിപൻ്റെ രക്തം പറഞ്ഞു തരാനേ അറിയൂ. രക്തം എപ്പോഴും ധരിക്കുമ്പോൾ ലഗ്നാധിപൻ അല്ലെങ്കിൽ 5-ാം ഭാവാധിപൻ അല്ലെങ്കിൽ 9-ാം ഭാവാധിപൻ, ഈ 3 ഗ്രഹങ്ങളുടെ രത്നങ്ങളാണ് നമ്മൾ ധരിക്കേണ്ടത്. എന്നാലേ നമുക്ക് ഗുണം കിട്ടും. ഇപ്പം ധനുലഗ്നക്കാരുടെ ആണെങ്കിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ മഞ്ഞപ്പുഷിരാഗം ധരിക്കാം. ലഗ്നാധിപൻ്റെ രത്നമാണ്. അപ്പോൾ മഞ്ഞപ്പുഷിരാഗ രത്നം ആരോഗ്യം ഉണ്ടെങ്കിൽ ധരിക്കാം. അത് വേണമെങ്കിൽ നമുക്ക് ലോക്കറ്റായിട്ടും ധരിക്കാം. അപ്പം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ നമുക്ക് ലഗ്നാധിപൻ്റെ രത്നം നമുക്ക് ലോക്കറ്റായിട്ട് ധരിക്കാം. ഭാഗ്യരത്നം എന്ന് പറയുമ്പോൾ അത് 9-ാം ഭാവാധിപനായ സൂര്യൻ്റെ രത്നമായ മാണിക്യമാണ്. ധനുലഗ്നക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി 5-ാം ഭാവാധിപനായ ചൊവ്വയുടെ രത്നം നമുക്ക് ധരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുജ്ജന്മ ദോഷം അല്ലെങ്കിൽ സന്താന തടസ്സം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുണ്ടെങ്കിൽ മാത്രമേ 5-ാം ഭാവാധിപൻ്റെ രത്നം നമ്മൾ ധരിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എപ്പോൾ രത്നം ധരിക്കണമെന്ന് ആർക്ക് താല്പര്യം തോന്നിയാലും അത്യാവശ്യം ജ്യോതിഷം അറിയാവുന്ന ഒരാളെ പോയി കണ്ടിട്ട് സാറേ എൻ്റെ ജാതകം പരിശോധിച്ചിട്ട് എൻ്റെ ഭാഗ്യരത്നം ഏതാണെന്ന് സജസ്റ്റ് ചെയ്താൽ പറയുക. അപ്പോൾ അവർ രത്നം സജസ്റ്റ് ചെയ്ത് തരും. ഇനി ഈ രത്നം സജസ്റ്റ് ചെയ്താൽ ഉടൻ അവരുടെ കയ്യിൽ രത്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാം. അപ്പം ആ ജ്യോത്സ്യനാണെങ്കിൽ കൃത്യമായിട്ട് അത് എങ്ങനെ പണിയണമെന്നൊക്കെ അറിയാം. ചിലർക്ക് അറിയത്തില്ല, ചിലർ വെറുതെ പണിഞ്ഞങ്ങ് കൊടുക്കത്തേ ഉള്ളൂ. അപ്പോൾ രത്നം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും അബദ്ധത്തിലേക്ക് ചെന്ന് ചാടരുത്. രത്നം ധരിക്കുന്ന നല്ലതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ രത്നം ഇപ്പോൾ ഒരു ജ്യോത്സ്യർ നിങ്ങളോട് പറഞ്ഞു നിങ്ങളൊരു മാണിക്യം ധരിക്കൂ സാറേ എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി അടുത്ത സ്വർണ്ണക്കടയിൽ പോയിട്ട് ഒരു മാണിക്യം അല്ലെങ്കിൽ റൂബി തരാൻ പറഞ്ഞാൽ അവർ നിങ്ങൾക്കൊരു റൂബി എടുത്ത് തരും. ഒരുപക്ഷെ അത് നല്ല റൂബി ആയിരിക്കും, അതിൻ്റെ സയൻറ്റിഫിക്കലി അത് ഒറിജിനലായിരിക്കും. പക്ഷേ അത് ധരിച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്ത അവസ്ഥ വരും. അതിൻ്റെ കാരണം അവർ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്തു വെച്ചേക്കുന്ന രത്നമാണ്. രത്നം ധരിക്കുമ്പോൾ ഇത് സയൻസ് ആണെങ്കിലും ഇതിനെ കുറച്ച് ദൈവികമായിട്ട് കാണുന്നുണ്ട്. ഇത് ധരിക്കുന്നതിന് കുറച്ച് പ്രോസസ്സിംഗ് ഉണ്ട്. ഒരു രത്നം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആദ്യം അതിനെ ശുദ്ധി വരുത്തുക, ജലാധിവാസം നടത്തുക. രത്നം ജലാധിവാസം നടത്തിയിട്ട് ക്രെഡിബിലിറ്റിയുള്ള ലാബിൽ കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക. ആ സർട്ടിഫിക്കറ്റിനകത്ത് നാച്ചുറൽ കൊറണ്ടം റൂബി എന്നെഴുതിയിരിക്കും, അല്ലെങ്കിൽ നാച്ചുറൽ റൂബി ഫാമിലി കൊറണ്ടം. അതിൻ്റെ ഹാർഡ്നെസ് 9 ആണ്, അതിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ്, അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എല്ലാം സർട്ടിഫിക്കറ്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നാച്ചുറൽ എന്ന് എഴുതിയ സർട്ടിഫിക്കറ്റുള്ള രത്നം മാത്രമേ നിങ്ങൾ ധരിക്കാവൂ. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. പല സ്വർണ്ണക്കടകളിലും വെറുതെ റൂബി എന്ന് എഴുതിയുള്ള സർട്ടിഫിക്കറ്റ് തരും. സാധാരണക്കാർ റൂബി എന്ന് എഴുതിയിട്ടുണ്ടെന്ന് വാങ്ങിക്കും. പക്ഷേ അത് ഗ്ലാസ് ഫീൽഡ് ചെയ്ത രത്നമാവാം, അല്ലെങ്കിൽ എന്തായിരിക്കും അത് ട്രീറ്റഡ് രത്നമാവാം. ട്രീറ്റഡ് നമുക്ക് പിന്നെയും ധരിക്കാം, കുഴപ്പമില്ല. പക്ഷേ GF അതായത് ഗ്ലാസ് ഫീൽഡ് ചെയ്ത രത്നമാണെങ്കിൽ അത് ധരിക്കരുത്. പക്ഷേ നല്ല ലാബിൽ കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? അതിനകത്ത് റൂബി എന്ന് എഴുതിയിട്ട് അതിൻ്റെ കമൻസിനകത്ത് അവർ എഴുതിയേക്കും GF. അപ്പോൾ GF എന്താണ് സാധാരണക്കാർക്ക് അറിയത്തില്ലല്ലോ, അത് ഗ്ലാസ് ഫീൽഡ് എന്നാണ് അർത്ഥം. അപ്പോൾ രത്നം ധരിക്കുമ്പോൾ ക്രെഡിബിലിറ്റി ഉള്ള സ്ഥാപനത്തിൽ നിന്ന് രത്നം വാങ്ങുക. ഈ പത്രത്തിൽ പരസ്യം കാണുന്നതല്ല ഞാൻ ഉദ്ദേശിച്ച ക്രെഡിബിലിറ്റി. കൃത്യമായിട്ടും നിങ്ങൾക്ക് ബില്ല് അല്ലെ GST ബില്ലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം തൃശ്ശൂരൊക്കെ 2-3 ലാബുകളുണ്ട്. അതിനൊന്ന് പേര് ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ അവരുടെ പരസ്യം പറയുന്നതായി പോകും. അപ്പം നല്ല ലാബ് നിങ്ങൾക്ക് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് ബോധ്യപ്പെടുന്ന ലാബിൽ കൊടുത്ത് സർട്ടിഫിക്കറ്റുള്ള രത്നങ്ങൾ മാത്രമേ നിങ്ങൾ ധരിക്കാവൂ. ധരിക്കും മുമ്പ് രത്നം ജലാധിവാസം നടത്തുക. പണിഞ്ഞതിന് ശേഷം രത്നം പണിയാനിരിക്കുന്ന ആളിനോട് എനിക്ക് വേണ്ടിയാണ് രത്നം പണിയുന്നത്, എൻ്റെ പണിക്കാരനോട് ഞാൻ പ്രത്യേകം പറയും ഇപ്പം നിങ്ങൾ വ്രതമെടുത്തിട്ടിരുന്നാണ് രത്നം പണിയേണ്ടത്. അത് അവർക്കറിയാം, പ്രായമുള്ള മനുഷ്യനാണ്. ഇപ്പം മഞ്ഞപ്പുഷിരാഗമാണ് പണിയുന്നതെങ്കിൽ ആ മോതിരം എല്ലാം പണിഞ്ഞ് അളവെല്ലാം ഓക്കെ ആക്കി വെച്ചിട്ട് ഈ മഞ്ഞപ്പുഷിരാഗം എന്ന് പറയുന്ന കല്ല് ആ മോതിരത്തിലേക്ക് പിടിപ്പിക്കുന്നത്, ഫിറ്റ് ചെയ്യുന്നത്
വ്യാഴാഴ്ച ദിവസം വ്യാഴത്തിൻ്റെ കാലഹോരയിലായിരിക്കും. അത് രത്നധാരണത്തിന് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ കാലഹോരയിലായിരിക്കണം രത്നം മൂലത്തിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. ഇത് ധരിക്കുന്നതും വ്യാഴാഴ്ച ഉദയശേഷം 1 മണിക്കൂറിനകം വ്യാഴത്തിൻ്റെ കാലഹോരയിലായിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ പണിയിക്കുന്ന രത്നത്തിന് മാത്രമേ റിസൾട്ട് കിട്ടൂ. എൻ്റെ ഇടയ്ക്ക് പല കസ്റ്റമേഴ്സും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, UK ഉള്ള കസ്റ്റമേഴ്സ്. കല്ല് പറഞ്ഞപ്പോൾ അറിയപ്പെടുന്നൊരു ജ്വല്ലറി ഷോപ്പിൽ പോയിട്ട് മഞ്ഞപ്പുഷയം വാങ്ങിച്ച മഞ്ഞപ്പുഷയം വലിയ കോസ്റ്റ്ലി ആയിരുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് അവർക്ക് പരാതിയൊന്നുമില്ല, ഡോളറിൽ പൈസ കൊടുത്തില്ല, അവർക്ക് പരാതിയില്ല. പക്ഷേ ഇവിടെ കൊണ്ട് തന്നെ കാണിച്ചപ്പോൾ കല്ല് ഒറിജിനലാണ്, പക്ഷേ റിസൾട്ടില്ല. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താ കാര്യം? ഞാൻ പറയാം എന്താ കാര്യം എന്ന് എനിക്കറിയത്തില്ല, ഈ രീതിയിലാണ് ധരിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. എന്നിട്ട് അവർ ആ കല്ല് തിരിച്ച് പണിഞ്ഞ കടയിൽ കൊണ്ടു കൊടുത്തപ്പോൾ 30% പൈസ റിട്ടേൺ കൊടുത്തു UK. കല്ലിന് കുഴപ്പമൊന്നുമില്ല, ശ്രീലങ്കൻ സഫയറായിരുന്നു, വലിയ വിലയുള്ള സാധനമാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ അവർക്ക് രണ്ടാമത് പുഷ്യരാഗം പണിഞ്ഞു കൊടുത്തു, അവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു. അപ്പം നമ്മുടെ രത്നം ധരിക്കുമ്പോൾ ഈ രീതി കൂടെ ഫോളോ ചെയ്ത് ധരിക്കുക. അപ്പോൾ കൃത്യമായിട്ട് രത്നങ്ങൾ ഏത് രീതി ധരിക്കണമെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതായത് ലഗ്നാധിപൻ 5-ാം ഭാവാധിപൻ 9-ാം ഭാവാധിപൻ. അപ്പോൾ ഈ രീതിയിലുള്ള രത്നങ്ങൾ വേണം നമ്മൾ ധരിക്കേണ്ടത് ഏത് ലഗ്നക്കാർക്കും. മേട ലഗ്നക്കാർക്കാണെങ്കിൽ നമുക്കിപ്പം മഞ്ഞ പുഷ്യരാഗം, റൂബി, കോറൽ. ഇടവ ലഗ്നക്കാർക്കാകുമ്പം വജ്രം, ഇന്ദ്രനീലം, മരതകം. ഇതൊക്കെ കോമൺ ആയിട്ട് ധരിക്കാൻ രത്നങ്ങളാണ്. പക്ഷേ ഇത് ഞാൻ ഈ പറഞ്ഞെന്ന് പറഞ്ഞ് ഓടിപ്പോയി ഇടവലഗ്നക്കാർ മരതകം വാങ്ങി ധരിക്കരുത്. അതിനകത്ത് ബുധൻ എവിടെ നിൽക്കുന്നു എന്ന് നോക്കുക. ഒരുപക്ഷെ അവർക്ക് ശുക്രൻ്റെ രത്നമായിരിക്കും, ലഗ്നാധിപൻ്റെ രത്നമായിരിക്കും വേണ്ടത്. അപ്പോൾ അതാണ് ആവശ്യമെങ്കിൽ അങ്ങനെയുള്ള ധരിക്കുക. അപ്പോൾ രത്നം ധരിക്കുമ്പോൾ എപ്പോഴും കൃത്യമായിട്ട് ജാതകം പരിശോധിപ്പിച്ചിട്ട് മാത്രമേ രത്നം ധരിക്കാൻ പാടുള്ളൂ.